സുഹൃത്തുക്കളെ, 2023 മലയാള സിനിമ അവാർഡ് പ്രഖ്യാപിച്ചു. ഈ മലയാള സിനിമ അവാർഡും ഈ ഒളിമ്പിക്സും തമ്മിലൊരു സാമ്യമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒളിമ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കുന്നത് ഒരുപാട് ഗെയിമുണ്ട് അതിനകത്ത്. ഈ പറയുന്ന പോലെ ക്രിക്കറ്റുണ്ട്, ഫുട്ബോളുണ്ട്, മറ്റതുണ്ട്, കുറേ സാധനമുണ്ട്. എല്ലാവരും നോക്കിയിരിക്കുന്നത് ആരാണ് 100 മീറ്ററിൽ ജയിക്കുന്നത്. 100 മീറ്ററിൽ പ്രത്യേകിച്ചും മെൻസ് 100 മീറ്റർ സ്പ്രിൻറ്റ് ആരാണെന്നാണ് നോക്കിയിരിക്കുന്നത്. എന്ന് പറയുന്ന പോലെ മലയാള സിനിമ അവാർഡ് എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർ നോക്കിയിരിക്കുന്നത് ആരാണ് മികച്ച നടൻ. അത് ഈ പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോഹൻലാൽ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം മമ്മൂട്ടി ആയിരിക്കും എന്ന് പറയുന്ന ഒരു സീനായിരുന്നു. ഇപ്പോൾ അത് മാറി. എനിക്ക് തോന്നുന്നത് ഈ വർഷം മലയാള സിനിമയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സിനിമ, കഴിഞ്ഞ വർഷം ഒരുപാട് സിനിമ ഇറങ്ങിയ വർഷമാണ്. ഇപ്പം കാതലുണ്ട്, ആടുജീവിതമുണ്ട്, അതുപോലെ ആട്ടം, ഒരുപാട് സിനിമകൾ. അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ട്രഡീഷണൽ ഒരു രീതിയിലുള്ള സിനിമകളല്ല ഒന്നും തന്നെ. അപ്പം ഈ തവണത്തെ ആ അവാർഡ് മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിലായിരുന്നു. അവസാന ഫൈനൽ ലാപ്പ് മമ്മൂട്ടി ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് പൃഥ്വിരാജിന് അവാർഡ് കിട്ടി. പൃഥ്വിരാജിന് ഈ അവാർഡ് കിട്ടിയത്, പൃഥ്വിരാജിൻ്റെ ഈ ആക്ടിങ്ങും ബാക്കിയുള്ള കാര്യമെല്ലാം ഒരു വശത്ത് നിൽക്കട്ടെ, പക്ഷേ പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ഒരു എഫേർട്ടുണ്ട്. നമുക്കെല്ലാവരും നമ്മൾ പലപ്പോഴും ഇതിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടതാണ്. ഈ പറയുന്ന പോലെ കോവിഡിൻ്റെ സമയത്ത് ഒക്കെ ഇവർ ഈ ബ്ലസ്സിയും ഇവരുടെ ടീമും ഗൾഫിൽ ഇത് പെട്ടുപോയതും, ജോർദാനിലൊക്കെ ഇവർ പെട്ടുപോയ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 100 കിലോയോ ഏതാണ്ടുണ്ടായിരുന്ന പൃഥ്വിരാജ് സിനിമ ഷൂട്ടിങ് തുടങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പം 50-55 കിലോ ആയി മാറി. ഈ സാധാരണ ഇതുപോലെയുള്ള പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന ഈ ഒരു ഡെഡിക്കേഷനൊക്കെ നമ്മൾ കണ്ടു, കമ്മിറ്റ്മെൻറ്റ്. സാധാരണ ഇതുപോലത്തെ കമ്മിറ്റ്മെൻറ്റൊക്കെ കാണിച്ച് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളിവുഡ് മൂവീസിലൊക്കെയാണ്. അതായത് ഈ നമ്മുടെ ക്രിസ്ത്യൻ ബെയിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോം ഹാങ്ക്സ്. ഇപ്പോൾ കാസ്റ്റവേ എന്നൊക്കെ പറഞ്ഞ മൂവി എല്ലാവരും കാണാത്ത ആരും തന്നെ കാണത്തില്ല. കാസ്റ്റവേ എന്ന് പറഞ്ഞൊരു മൂവി, അതിനകത്ത് ആരെങ്കിലും കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബെയിലിൻ്റെ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ആക്ടർ ഒരു സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട് നമ്മൾ ഈ തള്ളി മറിക്കുന്ന പോലെയൊന്നുമല്ല, അവർ റിയലായിട്ട് എടുക്കുന്ന എഫേർട്ടാണ് കേട്ടോ അത്. അപ്പം അതുപോലെ അതിനോടൊക്കെ ഒരു എന്നാ പറയുന്നത്, താരതമ്യം ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു എഫേർട്ടാണ് ഇദ്ദേഹം എടുത്തത്. അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങോ അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് എടുത്ത ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത കമ്മിറ്റ്മെൻറ്റിന് കൊടുത്ത ഒരു അംഗീകാരം എന്ന നിലയ്ക്ക് അത് വളരെ അഭിനന്ദനാർഹമാണ് അവരുടെ ആ ഡിസിഷൻ. ഈ കട്ടിയുള്ള വാക്കുകളൊക്കെ മലയാളത്തിൽ ഉണ്ടാക്കുന്ന ഒരു പാടേ അത് 2 വാക്കായിട്ട് പറയേണ്ടതായിരുന്നു. അത് അഭിനന്ദനാർഹമാണ് എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ അതുപോലെയോ അതിന് ഒരു മേളിൽ സന്തോഷം നൽകുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഉർവശിക്ക് കിട്ടിയ അവാർഡാണ്. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ചിത്രത്തിന്, സ്ത്രീപക്ഷ മൂവിയാണത്. അതിന് ഉർവശി, പിന്നെ പാർവതി തിരുവോത്തി, ഇവരൊക്കെ ഇതിനകത്ത് ആർക്ക് കിട്ടും എന്നുള്ള ഒരു ചോദ്യമുള്ളായിരുന്നുള്ളൂ. ഇവരൊക്കെ വളരെ, ഉർവശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ആക്ട്രസിനകത്ത് ഉള്ള ഒരു ആക്ട്രസ്സാണ്. കാരണം ഉർവശിയേക്കാളും വലിയ ആക്ട്രസ് ആയിരുന്നു ഉർവശിയുടെ സഹോദരി മരിച്ചുപോയ കൽപ്പന. ഇത് വളരെ നല്ല ആക്ട്രസ്സാണ്. ഉർവശിക്ക് അവാർഡ് കിട്ടിയതിനകത്ത് യാതൊരു തരത്തിലുള്ള അത്ഭുതവും ഇല്ല. ഉർവശി അത് ഡിസർവ് ചെയ്യുന്ന ആളാണ്. തീർച്ചയായും കഴിഞ്ഞ വർഷം മലയാളത്തിലിറങ്ങിയ സിനിമകളിനകത്ത് കാതലുണ്ട്, ഈ നമ്മുടെ ആടുജീവിതം, അതുപോലെ തന്നെ ആട്ടം, ഒരുപാട് നല്ല പടങ്ങളുണ്ട്. നല്ല പ്രതീക്ഷ നൽകുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഇനി ഇതുപോലത്തെ ഒരുപാട് നല്ല സിനിമകൾ, ഇവർ പറയുന്ന പോലെ നല്ല സിനിമകൾ സംഭവിക്കട്ടെ. ഇതുപോലെ നല്ല വാർത്തകൾ വരട്ടെ.